ദാ നാളെങ്കിലും നിങ്ങൾ നേരത്തെ വരണിട്ടില്ലേ? വന്നില്ലെങ്കിൽ പണി തീരൂല. ഇല്ലെങ്കിൽ ഞാൻ സീഡീസിനോട് പറഞ്ഞു കൊടുക്കും. ആ ഓന്റെ രണ്ടാം ഘട്ടം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാന്ന് ജോനോട് പറഞ്ഞത്. അന്റെ ബാപ്പാന്റെ രണ്ടാം ഘട്ടം ഞാൻ ജീവിക്കണില്ലേ? നീ വാങ്ങ് കൊടുക്കണ നേരത്ത് ഓരോന്നും പറഞ്ഞ് ഓളെ ഇടങ്ങാറാക്കണ്ട. കുറെ കഴിയുമ്പോ എല്ലാം ശരിയാകും. നീ എപ്പ ശരിയാവാനാ? നിങ്ങൾ അവിടെ മുണ്ടാണ്ടിരുന്നോളി. ഇപ്പൊ തന്നെ വയസ്സ് ഏറിയിക്കണ്. താഴെയുള്ളവൾക്ക് കുട്ടി 2 ആയി. ഇനിയും വൈകിയ തന്താരേ കിട്ടൂ. കുഞ്ഞായും ഇന്നും കൂടെ ചോദിച്ച്. ഒരു കൂസലും ഇല്ല. കണ്ടില്ലേ അവളെ അഹങ്കാരം? ഓള് സ്വപ്നലോകത്താ. എന്റെ ഒരു കാര്യം. പൂരത്തിന് നല്ല തിരക്കുണ്ടായിരുന്നോ? പിന്നെ ഭയങ്കര തിരക്കല്ലായിരുന്നോ? നിന്റെ ഉമ്മ കല്യാണ തീയതി നിശ്ചയിച്ചോ? ജുമൈലാന്റെ ഉമ്മ ഒരു 2ാം കെട്ടുകാരനെ കൊണ്ട് ഇവിടെ കല്യാണം ഉറപ്പിച്ചു. അതിന്റെ സന്തോഷം അവർക്ക്. നേരം എന്നെ കെട്ടൂല. ഓ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇത് തന്നെയാ പറയുന്നത്. അടുത്ത ലീവിന് ഞാൻ വരുമ്പോ കാണാം ഒക്കത്തെ 2 കുട്ടിയോള്. അതെ, അടുത്ത ലീവ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോ നിന്നെയും കൂട്ടിയാലോ? ഇത് എന്റെ ഉമ്മുക്കുൽസു. അങ്ങനെ പൂരവും കഴിഞ്ഞു അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉത്സവങ്ങളും കൂടി. 2 മാസവും 20 ദിവസവും നിങ്ങളിവിടെ വന്നതിന് ശേഷം ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഡേറ്റ് ഞാൻ മറക്കൂല. എടാ, നീ തിരിച്ചു പോകുന്നതിന് മുൻപേ തറവാട്ടിൽ നിന്ന് കുറച്ച് ഫർണിച്ചർ എടുത്ത് ഇവിടെ കൊണ്ടിടണം കേട്ടോ. ആ ഓക്കെ അമ്മേ. ഞാൻ പോയാൽ അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അമ്മയ്ക്ക് കൂട്ടിന് ജുമയിലുണ്ടല്ലോ. അത് ശരിയാ, പക്ഷെ നീ എന്നാ തിരിച്ചു വരുന്നേ? അമ്മയ്ക്കറിയാലോ അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ലീവ് കിട്ടത്തില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത ശ്രാദ്ധത്തിന് അമ്മാമാരെ വിളിച്ചു വരുത്തി വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഞാനും ഉണ്ടാവത്തില്ല. അമ്മ ഇവിടെ അടുത്ത അമ്പലത്തിൽ പോയാൽ മതി. വർഷങ്ങളായി ബാലേട്ടൻ പോയിട്ട്. തറവാട്ടിലായിരുന്നപ്പോൾ അത് അത്രയും അറിഞ്ഞില്ല. പക്ഷേ ഈ പുതിയ സ്ഥലം ചിലപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. രതിയുടെ നിർബന്ധമായി ഈ സ്ഥലം. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം. എപ്പോഴും ഒരിടത്തിരുന്ന എന്താ ഒരു രസം? ഇവിടെ ഞാനില്ലേ രതിന്റെ അമ്മേ. അതാണ് ഒരാശ്വാസം. പൊരി കൊണ്ടുപോകുന്നില്ലേ? ജുമേ അതും കെട്ടെടുക്ക്. മതി, ഓളിഞ്ഞു രുചി കൂട്ടിയിട്ട്. ആ കുഞ്ഞായ്മോ, മുരിങ്ങാച്ചാർ ഓളെ സ്പെഷ്യലാ. മൊയിലിയാർക്ക്
അനക്കെന്നോട് ഈർച്ച? എനിക്കെന്തിനാ ഇറിച്ച? ഞാൻ ഒന്ന് കെട്ടിയാണെങ്കിലും വേമൊയില്ലേ? ഈ എൻ്റെ ആയത്തെ ബീവി എന്നെ നല്ല ഇഷ്ടാ. പടച്ചോനാണേ. അമ്മേ, അമ്മയൊന്നും ഇങ്ങോട്ട് വേഗം വാ. ദേ മെമ്പറൊക്കെ വന്നിരിക്കുന്നു. ഇതെവിടെയാണ്? ഇതെന്താ പതിവില്ലാതെ ഈ വേഷത്തില്? നല്ല ചന്തമില്ലേ? ഇതപ്പത്തെ ഫാഷൻ. ഇത് ജുമയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ. എനിക്കും ഇഷ്ടമായി. ഈ അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് ഒന്നും ചേരത്തില്ല. എനിക്കിത് ഇഷ്ടമല്ല. ഇത് അസൂയ. സാരിക്കാട്ടും നന്നായി ചേരും. ഇപ്പൊ കണ്ടാലേ രതീന്റെ അമ്മയാണെന്ന് പറയേയില്ല. ആ, അതാ കുഴപ്പം. എൻ്റെ അമ്മയ്ക്ക് ഈ സാരിയാ നല്ലത്. അമ്മ ഇത് കൊടുത്താൽ മതി. എനിക്കതാ ഇഷ്ടം. എടാ, ഇത് ഇവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ടല്ല, കൊച്ചിയിലെ ലുലു മാളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാ. ചേട്ടാ, ഈ സാരി കൊടുത്ത് ഉള്ളുമാളി പോയാൽ മതി. എനിക്കതാ ഇഷ്ടം. വേഗം പോയി മാറിയിട്ട് വാ. അവിടേക്ക് നമുക്ക് അതൊരു സെൽഫി എടുക്കാം. ചിരിക്കേ. ഞാനൊന്നുമില്ല സെൽഫിക്ക്. രതി, മെമ്പർ വരുന്നില്ലേ? അമ്മ വേഗം പോയി സാരി കൊടുത്തിട്ട് വാ. ചിരിക്കേ. ആ, മതി മതി. വേഗം പോയി സാരി മാറിട്ടോ. എന്നാ തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി എല്ലാവരും എടുത്തോ. ജുമൈ, ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാ, ബീഡിയില. ഞാനൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. മൈലാഞ്ചി ക്യൂട്ടിക്സ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നോണ്ടാ? അതൊന്നുമല്ല, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഒരു കാര്യം, ഈ ബീഡി തീർത്തെടുത്ത് പെണ്ണല്ലാണ്ടായോ? ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജുമേ, പറ്റുമെങ്കിൽ കഞ്ഞി ഒന്ന് വാർത്ത് തരുമോ? നോക്കി കൈവളല്ലേ. നീ എന്താ ജുമ ഇങ്ങനെ? എന്നാ പറ. എന്ത്? രതിന്റെ വീട്ടിലെ കഥ. എനിക്കൊരു മൂഡില്ല. രതി പോവാറായോണ്ട് അങ്ങക്ക്? അവൻ പോയാ നീയില്ലേ? എന്നാ കഥ പറയും. എടി, നീ മോനെ ഉറക്കിട്ട് ബാക്കി ചെയ്താ മതി. മുമ്പാ ജയ ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. വല്യമാവന് നാളെ പുട്ടും കടലയും മതിയെന്ന്. മോനൊന്ന് എവിടെ ഇരുന്നേ? മോളെ
ആ കോലാമ്പി വഴി കട്ടിൻ്റെ അടിയിലേക്കൊന്ന് വെച്ചേക്കണേ. വെച്ചിട്ടുണ്ട് അമ്മമ്മേ. ഈ പാതിരാത്രി നീ ഇനി എന്തെഴുതാൻ പോവാ? കവിതയാണോ? നോക്കട്ടെ. അയ്യോ പാലേട്ട, ശോ, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞില്ലായിരുന്നു. നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച്. എൻ്റെ അമ്മോ, എന്താടി ഇത്? നിനക്ക് വട്ടായോ? നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച് നിന്നിലെ നിന്നെ അറിയാനാവാത്ത വഴി തേടി അലയുന്ന നിമിഷങ്ങളെ മൂകനിശ്വാസപ്പാളികളാൽ അടയ്ക്കാം പുകയുന്ന മനസ്സിനെ കനലായി എരിക്കാൻ. അനക്ക് ഇനി തിരക്കാനിരിക്കാനായില്ലേ? ആ, ഞാൻ ഇരുന്നോളാം. തൊഴിലുറപ്പിന്റെ കായ് കിട്ടാൻ വൈകും. ഇന്നത്തെ ബീഡി കൊടുത്തിട്ട് വേണം മാളുമാന്റെ കുട്ടിക്ക് പിറന്നാളിന്റെ എന്തെങ്കിലും വാങ്ങാൻ. കഴിഞ്ഞ മാസം ഓൾക്ക് കൂറി വിളിച്ചു കിട്ടിയ കായ് കൊടുത്തേ. അതിന് എനിക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അനക്കിപ്പോൾ കെട്ടിയാനും കുടുംബമൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ബേജാറും വേണ്ട. ഓല എഴുതിയ ഓരോരോ കഥകൾ വായിച്ച് വെച്ചിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് ഉസ്താദിനോട് പറയണ്ട് ഞാൻ. ഒരു ദിവസം എല്ലാം കൂടെ വലിച്ചെറിയും. ഉമ്മ പതുക്കെ, രതീൻ്റെ അമ്മ കേൾക്കും. ഓ, ഓലാളപ്പം എൻ്റെ പടച്ചോന്. ആ എഴുതല്ലേ? ആ പെണ്ണ് തടി എനിക്ക് ഒന്നും ചെയ്യൂലാന്നേ, അതുകൊണ്ട് തൊള്ളട്ടതാ. നേരം വൈകി പോട്ടെ. എന്നാ പിന്നെ ഇന്ന് ജോലിക്ക് പോവാതിരുന്നൂടെ? പോണം, പോകാഞ്ഞാ പറ്റുമോ? ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരുന്നാലേ ഗന്ധർവം കൂടും. ജുമയിരിക്കാണ്ടിരുന്നാ മതി. എൻ്റെ അടുത്ത് ഒരു ഗന്ധർവനും കൂടില്ല. ഇതെന്താ കഥയാ? കവിതയാ. നോക്കട്ടെ. വേണ്ട, എഴുതിയിട്ട് കാണിക്കാം. നോക്കട്ടെ. പിന്നെ തരാന്നേ. നീ പാടൂ? ഞാൻ കവിത ഒക്കെ ചൊല്ലിയിരുന്നു. 10ാം ക്ലാസ്സോടെ നിർത്തി. ആർക്കും വേണ്ടി ഒന്നും നിർത്താൻ പാടില്ല. ഇതൊക്കെ നിന്റെ അവകാശങ്ങളാണ്, നിന്റെ സന്തോഷം. ഇങ്ങക്ക് എന്താ ഒരു സങ്കടം? ഇവിടെ വന്നിരിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത്രയും കാലം ജീവിച്ച ബാലേട്ടൻ്റെ വീട് ഓർമ്മ വരും. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്നുള്ള ഈ മാറി താമസം, അതിൻ്റെ പെയിൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം ഇവിടെ സെറ്റായില്ലേ? ഇങ്ങക്കിപ്പോൾ ഇവിടെ ഞാനൊരു എതിയൂല്ലേ? ജംഗ്ഷനുകളാണ് നമ്മൾ ഓരോ പെണ്ണുങ്ങളുടെയും ജീവിതം തീരുമാനിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ജംഗ്ഷനിലും നമ്മളെ നിർത്തും. പിന്നെ സ്വന്തമല്ലാത്ത തീരുമാനത്തിൽ ഓരോ ജംഗ്ഷനിലും പൊരുത്തപ്പെടേണ്ടി വരും.
എന്തേ? രതീൻ്റെ അമ്മ വയ്യാത്ത പോലെ കാറിൽ പോണു പാപ്പ. ഹലോ രതി എന്തേ? ആ അമ്മയ്ക്ക് പെട്ടെന്നൊരു തലയുറ്റല്, പ്രഷർ കൂടിയാന്ന് തോന്നുന്നു. അഡ്മിറ്റാ? അതറിയില്ല, ഞാൻ അവിടെ എത്തിയ ഉടനെ വിളിക്കാം. എന്റെ ഇത്ത ഫോട്ടോ കാട്ടാനായി ഇങ്ങളെ ഞാൻ കൊറേ തെരഞ്ഞു. ചായപ്പീടിയിൽ വെച്ച് കണ്ടപ്പിച്ച് തരിയണ പോലെ തോന്നിയില്ലല്ലോ. അപ്പൊ ഇത്ത നിങ്ങൾ വേറൊരു മൂഡിലായിരുന്നില്ലേ? നേരെ നോക്കി കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചൂടായാലോ? അല്ലാതെ കുറിപ്പൈസ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അല്ല റസാക്കേ. അത് ഞാൻ തരൂലേ, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാല്. നിങ്ങൾ ഇത് നോക്കി, ഇയാളെങ്ങനെയുണ്ട്? ഇതൊക്കെ പ്രായം കൊണ്ട് കുറെ ഏറും. ഓളിക്കും പ്രായം കുറെ ആയില്ലേ? നിങ്ങൾക്ക് അവള് കുട്ടിയായിരിക്കും. നമുക്കേ 18 കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് ഉറപ്പിച്ചോണം. എന്നാലും ഈ പ്രായക്കാരൊന്നും വേണ്ട. ഇതാ നിങ്ങൾ ഇത് നോക്കി, എന്താ ഓസിരി. ഓന്റെ ബാപ്പയും കുട്ടികളും എല്ലാവരും കലാകാരാ. ഈ പെൺവേഷം കെട്ടി കളിക്കണ കണ്ട, ഇതാണ് വാപ്പ. ചെക്കൻ്റെ ഡാൻസ് കണ്ട. ജോലി എടുക്കണ ആരും ഇല്ല എൻ്റെ അടുത്ത്. ഇമ്മാതിരി കോപ്രായങ്ങൾ എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. യൂട്യൂബ് എന്തൊക്കെ മാസം എത്രയാ വരുമാനം വെച്ചിട്ടാ? യൂട്യൂബ് പോയിക്കായി അവിടുന്ന്. ഇതൊക്കെ വേറൊരു ഇത് വേണ്ട, കൊള്ളാമോ? വേണ്ട, അതൊന്നും വേണ്ട. ഇത് നല്ല പയ്യനാ. വേണ്ടാന്ന്. അമ്മേ കൊതിപ്പോൾ എനിക്കിതാ അമ്മേ, പ്ലീസ് അമ്മേ, അമ്മേ അമ്മേ പ്ലീസ്. ഇത് വെച്ചിട്ടാ ഞാൻ നിനക്ക് കുത്തുതരാൻ പോകുന്നത്. പ്ലീസ് നോക്കിക്കോ, ഒരെണ്ണെന്താ, ഒന്നുമില്ല. ഒരു പീസ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു സർപ്രൈസ് തരാം. ഓളെടുത്തു. ആ രതീഷിന്റെ അടുത്തുണ്ടാവും. എപ്പ നോക്കിയില്ല ചെക്കൻ്റെ അടുത്ത് തന്നെ. ഈ പെണ്ണ് ചീത്തപ്പേര് കേൾപ്പിക്കും. ജുമേ, നിസ്കാരം നേരത്തണ്ടി നടത്തണ്ടല്ലോ. ഇജിങ്ങട് വാ, കാട്ടിത്തരാം ഞാന്. വാപ്പണ്ടല്ലോ പിന്നെ എല്ലാത്തിനും കൂട്ട്. ഇതേതാ ഈ പാട്ട്? കൊള്ളാലോ. പാട്ടല്ല, കവിതയാ. രതീൻ്റെ അമ്മയുടെയാ. ഓ, അമ്മയുടെ കുറെ കവിത ഇവിടെ ഇരിപ്പുണ്ട്. അതിലെനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് മ്യൂസിക് അയച്ചു. റാസാബീഗം. അവരത് ആൽബമായിട്ട് ഇറക്കാൻ പോവാ. രതീൻ്റെ അമ്മയുടെ പേരില്. ജയന്തി. ഞാനൊന്ന് കേട്ട് നോക്കട്ടെ. ഇത് നീ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തല്ലേ? ഒന്ന് പൊക്കി കടന്നു കിട്ടൻ്റെ കയ്യിൽ. മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ. ഒരുപാടു നേരം ചാരയില്ലേ, ഒരുപാടു കാര്യങ്ങൾ പറഞ്ഞതല്ലേ, പറയേണ്ട കാര്യം പറഞ്ഞതില്ല, പറയാതെ പോകരുതേ, പറയേണ്ട കാര്യം പറഞ്ഞതില്ല,
മാത്രം പ്രണയം പറഞ്ഞാൽ നിഴലായി ഞാൻ നിന്റെ അരികിലില്ലേ, നിറമാർന്ന സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ. നിഴലായി ഞാൻ നിന്റെ അരികിലില്ലേ, നിറമാർന്ന സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ. ഒരു നോക്ക് കൊണ്ടെന്നെ അളന്നതല്ലേ, ഒരു വാക്കിനകലത്തിലിരിക്കയല്ലേ. അതു കേൾക്കുവാൻ വേണ്ടി കൊതിക്കയല്ലേ, അതുമാത്രം നാം തമ്മിൽ പറയുകില്ലേ. മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ. ഒരുപാടു നേരം ചാരയില്ലേ, ഒരുപാടു കാര്യങ്ങൾ പറഞ്ഞതല്ലേ. പറയേണ്ട കാര്യം പറഞ്ഞതില്ല, പറയാതെ പോകരുതേ. പറയേണ്ട കാര്യം പറഞ്ഞതില്ല, പറയാതെ പോകരുതേ. ആ ജുമേല ഒന്ന് നിക്കിൻ, ഒന്ന് നിക്കിൻ 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 നിക്കിൻ. അനക്ക് പറ്റൊരു പുയ്യാപ്പിളുണ്ട് എൻ്റെ അടുത്ത്. ഇത് നോക്കിൻ നോക്കിൻ, അൻ്റെ ഉമ്മ പറഞ്ഞിട്ടാ. നോക്കി ഒന്ന് പൊയ്ക്കേ. ഓൾക്കാർ ഇഷ്ടമല്ല എനിക്ക് മനസ്സിലാവില്ലേ? അൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല ഞാനീ പറയണത്. ഇനി നിങ്ങൾ എൻ്റെ ഇതും പറഞ്ഞ ഇവിടുന്ന് മക്കാറാക്ക്. ഇത് കണ്ടോക്ക്. എൻ്റെ സൂക്കട് എനിക്ക് മനസ്സിലാവുന്നില്ല. നാണമില്ലടാ പണത്തെ കിടക്കാൻ. പോടാ പോയിട്ട് വരട്ടെ. ജുമേ നിക്ക്. അതെ ഓൻ എന്ത് ഫോട്ടോ എന്നെ കാട്ടിയത്? എടാ നീ എന്തിനാ ഇതൊക്കെ ഇപ്പോഴേ കെട്ടി പറക്കുന്നേ? കുറച്ച് ദിവസം കൂടെ ഇല്ലേ ഇനി പോകാനായിട്ട്? നേരത്തെ ഒന്ന് അടുക്കി വെച്ചതേ ഉള്ളൂ. എന്നും പുറത്തേക്ക് പോകാനായിരുന്നു നിനക്കിഷ്ടം. പഠിത്തത്തെക്കാളും നിന്റെ അച്ഛൻ നിനക്ക് തന്നിട്ടുള്ളതും വിദേശ സ്വപ്നങ്ങളാ. നീ ഓരോ തവണ വന്നിട്ട് പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ തനിച്ചാന്ന് വിചാരിക്കുമ്പോൾ എനിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെയും കൂടെ അങ്ങ് സിംഗപ്പൂരിൽ കൊണ്ടുപോകും. ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. എനിക്കൊരു ഫാമിലിയൊക്കെ ആവട്ടെ, ഉറപ്പായിട്ടും അമ്മയെ കൊണ്ടുപോകും. എല്ലാവർക്കും അവനവൻ്റെ കാര്യം. അമ്മേ, അമ്മയ്ക്ക് ഈ തറവാട്ടിൽ നിന്ന് പോകുന്നതിൽ സങ്കടമുണ്ടോ? എനിക്ക് ഈ ബന്ധുക്കാരുടെ നടുവിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ക്യാഷായിട്ട് മേടിച്ച് ഇത്രയും ദൂരത്ത് വന്ന് ഈ വീട് വാങ്ങിച്ചത്. ഐ ലൈക്ക് ദിസ് പ്ലേസ്. നിനക്ക് നിന്റെ ഇഷ്ടം, അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം, അവിടുത്തെ വീട്ടുകാർക്ക് അവരുടെ ഇഷ്ടം. അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലേ? അമ്മയുടെ എഴുത്തുകാരി പുറത്തു വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ തുടങ്ങും സ്ത്രീ സ്വാതന്ത്ര്യം. അമ്മ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാനും ഇനി അങ്ങനെ. അതാണ് ലോക നിയമം. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ഒറ്റപ്പെടല. അതിനിപ്പോൾ എന്നാ, അമ്മയ്ക്ക് കൂട്ടിന് ജുമയിലല്ലേ? ആ, അതാണ് ആശ്വാസം. അടുത്ത ലീവിന് വരുമ്പോൾ ഞാനും ഒരു കല്യാണം കഴിച്ചാലോ? അത് ഇവിടുന്ന് തന്നെ ആയാലോ എന്നാ.
എന്താ? ആ പെണ്ണെങ്കിലും എന്നെ പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. അമ്മമാരായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വികാര വിചാരങ്ങളില്ലെന്നാ എല്ലാവരുടെയും ധാരണ. ബെസ്റ്റ്. ഹലോ, നിങ്ങളിപ്പോ എവിടെയാണ്? ഭേദമുണ്ടോ? വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടാണ്. എനിക്കറിയാം, രതി പോണത് ഓർത്തിട്ടല്ലേ. ഞാനില്ല ഇവിടെ. ഓലിക്ക് വട്ട. ഞാൻ നോക്കിയോളാം. എന്തേ ഓല് പിന്നെ ആശുപത്രിയിലാ? എല്ലാ സുഖങ്ങളും ഉള്ള ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കായിരുന്നു. ഇതാ പാപ്പ, ഓല പറയണ്ട. ഓ, ഞാൻ പറയണേല. ഞാൻ വരട്ടെ ആസ്പത്രിയില്. എന്നിട്ട് വേണം നിന്റെ ഉമ്മ വന്ന് എന്നെ വഴക്ക് പറയാൻ. നീ ഇപ്പൊ പോ. എന്താടി അന്റെ അമ്മ മയ്യത്തായോ? ബാങ്ക് വിളിച്ചൊന്നും ചറിഞ്ഞില്ലേ? എന്റെ റബ്ബേ, ഇവിടെ അരി അടുപ്പത്തിട്ടില്ലേ? ഇവിടെ എന്തെടുക്കേനി ഒരാലോചന. ഇന്ന് ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്താടി എന്റെ വിചാരം? ഇത്ര വിഷമാണെങ്കിലേ ആ ചെക്കൻ്റെ കൂടെ പോയിക്കോ. ഓറാൻ പറഞ്ഞോളൂ, ഒറ്റ അടി. ആ ചെക്കനെന്തിനാ പറയണത്? ആ ജയന്തിക്ക് സുഖമില്ലാത്ര. ആ, അതാണല്ലേ ഓനവിടെ കാണാത്തെ. അതെ, പെണ്ണിന് വേഗം കെട്ടറപ്പിച്ചോളി. മകളെ കൂടെ തുള്ളാൻ നിൽക്കണ്ട. പറഞ്ഞില്ലാന്ന് വേണ്ട. കരയല്ലേ? കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വന്നില്ലേ. സാരില്ല. എന്താ ഇത്? എന്റെ അസുഖം കരയല്ലേ? കാണാൻ തോന്നിയില്ലേ?
ചുമേ എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾ അറിഞ്ഞൂല്ലേ? എൻ്റെ പാപ്പ പറഞ്ഞൂല്ലേ രതിൻ്റെ അടുത്ത്? നിന്റെ വായിൽ നിന്ന് എനിക്കത് വിശദമായിട്ട് കേൾക്കണം. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതാരോടും പറയണതും ഇഷ്ടമല്ല, ആരും അറിയണതും ഇഷ്ടമല്ല. അമ്മ എത്ര നേരം ഇങ്ങനെ മറുപടി പറയാതിരിക്കും? ഞാനും ഒരു മകനാ. എനിക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. അവക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എൻ്റെ അഭിമാനം വലുതാ. ഇവിടെ ഈ കുഗ്രാമത്തിലായതുകൊണ്ട് ആർക്കും ഇതുവരെ ഒരു സംശയം തോന്നാത്തത്. അവൾ സമ്മതിച്ചല്ലോ, എല്ലാം എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ അവളെ കരുതി. എന്നാ അവൾ അങ്ങനെയല്ല. അവൾക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഡിസ്കസ്റ്റിംഗ്. ഇതൊരു ഭ്രാന്തൻ റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ടെൻഷൻ അടിക്കാൻ എന്നെ കിട്ടില്ല. അമ്മ ഒരു ബൈസെക്ഷൽ ആണോ? അമ്മയ്ക്ക് ഇതിലൊരു പങ്കില്ലെന്ന് എന്നോട് പറ. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ഹലോ, താഴെ ഇമ്മൻകുണ്ടിൻ്റെ അവിടെ കാണണം. എനിക്ക് കുറച്ച് സംസാരിക്കണം. ജുമ ഇപ്പം തന്നെ കാണണം. ഞമ്മളെ ജാതിയിൽ ഇങ്ങനെ ജിബിലീസ് ആദ്യമായിട്ട് എൻ്റെ റബ്ബേ. പെണ്ണുങ്ങൾ കല്യാണം കഴിക്കേണ്ട സമയത്ത് കഴിച്ചില്ലാച്ച ഇങ്ങനെ തന്നെ. അല്ല, ഓക്ക് തലവേന വരാറുണ്ടാ? എപ്പോഴും അത് തന്നെ ഓക്ക്. ഇതിപ്പോ പറയാണ്ടിരിക്കാൻ വയ്യ. സെക്സ് ആണ് കാര്യം. അത് സമയത്ത് കിട്ടിയില്ലാച്ച തലവേദന, ബോധംകെടൽ ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ ഒന്നും നോക്കാനില്ല. നിക്കാഹ് അത് നടക്കട്ടെ. നിങ്ങൾ ബേജാറാവണ്ട, ഓളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പറഞ്ഞത് കാര്യം.
ജിന്നാണെങ്കിൽ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ഒഴിപ്പിക്കും. എന്നാലും പെണ്ണിനോട് ഓർത്തിട്ട് തന്നെ ഛർദിക്കാൻ വരുന്ന എൻ്റെ റബ്ബേ, ഇങ്ങനെ ഒരെണ്ണം എൻ്റെ പള്ളിയിലുണ്ടായല്ലോ. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ കഴിയും? ആളുകളെല്ലാം അറിഞ്ഞില്ലേ? പിടിച്ചോളൂ. ജയന്തി, നീ ഇതിപ്പോ ഇവനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും ഞാനങ്ങ് സഹിക്കും. ഇത്ര നാണക്കേടില്ല. ഇതിപ്പോ അങ്ങനെയാണോ? മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നിന്റെ മുഖത്തോട് നോക്കാൻ എനിക്ക് നാണക്കേടാവുന്നു. ഈ ചെക്കൻ്റെ കല്യാണമാണെങ്കിൽ കഴിഞ്ഞിട്ടുകൂടിയില്ല. ഞാനിതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും എനിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയാമോ? അമ്മയ്ക്കിനിപ്പോ വേറെ കെട്ടണോ? ആ അതെ, അത് പറ. വേണ്ട. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? നീ വിളിച്ചപ്പോ ഞാൻ മൂകാംബിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. എന്തായാലും ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ. പെങ്ങളായി പോയില്ലേ? ഇത് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതായി പോയി. ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ അത്? കുടുംബത്തെ കയറ്റും ആരെങ്കിലും? ഈ പ്രശ്നം സമുദായക്കാരറിഞ്ഞാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. 2-3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയേ പറ്റൂ. ചുറ്റും ഇവരുടെ ആൾക്കാരാ. ഞാൻ ഒരിടത്തും പോകുന്നില്ല. പിന്നെ എന്താ നിന്റെ ഭാവം? നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവര് തെറ്റിദ്ധരിച്ചതാ ഇതൊക്കെ. അവരമ്മയെ കുറ്റം പറഞ്ഞു തുടങ്ങി. അവർക്ക് ഇങ്ങനെയൊന്നും അറിയില്ലെന്നാണ് അവളുടെ ഉമ്മ പറയുന്നത്. അത് കൊള്ളാം. എടാ, നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കും ഇങ്ങനൊരു രോഗം ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ എന്തും പറയാമെന്നായോ? ജുമേ, സോറി. അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ അമ്മയോട് സംസാരിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ജുമേ, നീ എത്രയും പെട്ടെന്നൊരു കല്യാണം നോക്ക്. അതാണ് കുഴപ്പമെങ്കിൽ അങ്ങനെ ആവാലോ. കല്യാണം കഴിച്ചാൽ എന്ത് കുഴപ്പമാ മാറുക? ഇതാരും സമ്മതിച്ചു തരില്ല. ഈ ലെസ്ബിയൻസിന്റെ ഒക്കെ ഒരു സ്വഭാവം ഇത്. സെക്ഷുവൽ ഹോർമോൺസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. നിന്റെ വീട്ടുകാർ ജിന്നാണ് ബാധയാണെന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്ന. ജുമേ, നീ വിചാരിക്കും പോലെ അല്ല. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചികിത്സിച്ചാൽ മാറിക്കോളൂ. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടെന്നാ ഞാൻ കരുതി. മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കാനും നോക്കണത് മനോരോഗാണോ? ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, പ്രണയം തോന്നുന്നത് അതൊരു സുഖമല്ലേ? മനോരോഗാണോ? ഇതൊന്നും തോന്നാത്തതും ചുറ്റുവട്ടത്ത് മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നതുമാണ് മനോരോഗം. ഇത് ഇന്നലെ കണ്ട ജുമയില തന്നെയാണോ? അതോ നിന്റെ ഉമ്മ പറയുന്ന പോലെ ജിന്നോ ബാധയോ കൂടിയതാണോ? എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടിനും വരുന്നില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെന്നോ? എന്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ അത്ര കാര്യമല്ല. നല്ല അന്തസ്സും തറവാടിത്തുള്ള കുടുംബത്തിൽ ജനിച്ചതാ. ഇനി എന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, ഫോണിൽ കൂടി പോലും. പരസ്പരം ഇഷ്ടപ്പെടുന്നത് അന്തസ്സല്ലേ രതി?
എന്നെ ഈ ജന്മത്തിൽ തിരിച്ചറിഞ്ഞത് രതീൻ്റെ അമ്മയാ. എനിക്ക് കാത്തിരുന്നതിന് ശേഷം കിട്ടിയ സ്നേഹം അത്. ജുമേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. നീ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എനിക്ക് നിന്നോട് ദേഷ്യമില്ല. ഇതൊരു മാനസിക രോഗമാണെന്ന് നീ എന്നെങ്കിലും തിരിച്ചറിയും. വാപ്പയും ഉമ്മയും പറയുന്ന പോലെ കുഞ്ഞായ്മയുമായിട്ടുള്ള നിക്കാഹിന് നീ സമ്മതിക്കണം. എന്റെ കഷ്ടകാലത്തിന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അത് സമ്മതിച്ചത്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ കുടിയിലുള്ളവര് ഭ്രാന്തായിരിക്കുക. എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയി. 8ാം ക്ലാസ്സിലായപ്പോൾ തിരിച്ചറിഞ്ഞതാ ഞാൻ ഇങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ ആരോട് പറയും? എന്റെ കൂടിയിൽ ആരും എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഞാനൊരു വരുമാനക്കാരിയും കൂടി എല്ലാവർക്കും. രതി പ്ലീസ്, ഇത് പറഞ്ഞ് രതിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. അവർക്ക് പ്രഷർ കൂടും. എന്നാ നീ എന്റെ അമ്മയെ കാണാൻ വരരുത്. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അമ്മ പറയാൻ പറഞ്ഞു നീ അവിടേക്ക് വരരുതെന്ന്. എന്റെ സങ്കടം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ രതിന്റെ അമ്മയുടെ അടുത്ത്. ഞാൻ ഒന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്നെ ഒന്ന് മനസ്സിലാക്കി രതി പ്ലീസ്. എന്തേ? ഓള് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ? അതോ ഇജ്ജ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ? ഏയ്, ഞാനിവിടെ ആരും കാണാത്തോണ്ട്. ജുമ എണീറ്റില്ലേ? ഓളി ഞെണീറ്റിലും കുഴപ്പമില്ല. മുസീബത്ത് എല്ലാവരും നാണം കെടുത്താൻ. ഞാൻ എൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം തൊട്ട് ഓള് സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് അവർ നിക്കാഹ് നടത്തിയത്. എന്നിട്ട് അവിടുന്ന് പോന്നു. അപസ്മാരം. മാപ്പിള ഓളടുത്തേക്ക് എപ്പോൾ ചെന്നാലും അപസ്മാരം തുടങ്ങും. കുടിയിലുള്ളവരെ വിഷമിപ്പിക്കാൻ ജനിച്ചാലോ ഓള്. വാപ്പുട്ടിയാക്കെ ഓളുടെ അസുഖത്തിന്റെ കാര്യം എനക്കറിയണ്ടേ? ബാപ്പാ, ഇന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു.
ഓൾ ഇങ്ങനെയാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ കല്യാണം നടത്തരുതായിരുന്നു. എന്താ ഇപ്പൊ ഉണ്ടായേ? ഓൾക്ക് അപസ്മാരാ. മോളെ അനക്ക് എന്താ പറ്റിയേ? ഇപ്പൊ കുറഞ്ഞോ? അതൊന്നല്ല ഓളെ രോഗം. ഓക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ അപസ്മാരം. നിങ്ങളെ മോള് ഞാൻ ഇപ്പൊ എങ്ങനെ നിങ്ങളോട് പറയാ? അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇനി എങ്ങനെയാ നാട്ടുകാരെ മുഖത്ത് നോക്കുക? എൻ്റെ ഒരു ഗതികേട്. ആരും ഇത് അറിയണ്ട. അവനവൻ്റെ കുട്ടികൾ എന്താന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. അവരുടെ സ്വഭാവം, അസുഖം ഉണ്ടെങ്കിൽ അതും. എന്നിട്ടേ ഒരാളുടെ തലയിലേക്ക് ആക്കാവൂ. കൂട്ടിക്കൊണ്ട് പോയിക്കോളി. ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇവിടെ. എനിക്ക് ഓലോടെ കഴിയാൻ പറ്റൂല പാപ്പ. എനിക്കിനി ഒരാണിന്റെ കൂടെ കഴിയാനും ആവൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? പഠിച്ചോനെ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ജി വിഷമിക്കണ്ട, വാപ്പാന്റെ കൂടെ പോയിക്കോളി. ഇതാരും അറിയണ്ട. ഉമ്മ അറിഞ്ഞ എന്നെ കൊല്ലും പാപ്പ. നിങ്ങളിത് പറയരുത് ടോളി. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതാരോടും പറയണതും ഇഷ്ടമല്ല, ആരും അറിയണതും ഇഷ്ടമല്ല. ആ പിന്നെ ചായ കുടിക്കാനല്ലേ ഇങ്ങോട്ട് മതി. അല്ല അപ്പൊ ഇന്ന് ആരും കല്യാണ വീട്ടിലോട്ട് പോകുന്നു? ആ പോണം. കാപ്പുടി കഴിഞ്ഞേച്ചും പോവാം. അല്ലാണ്ട് പാപ്പൊട്ടിക്ക ചായ എടുത്തോ. അതെ, അവളെ ഇവിടുന്ന് ഓടിക്കണോ ആ ജയന്തിനെ? ഈ നാട്ടിലെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാണോ അവള് പെണ്ണിനെ തന്നെ? ഛേ, ആ ചെക്കനെങ്ങാനായിരുന്നെങ്കിൽ നിങ്ങളുടെ ജാതിയിലെങ്കിലും കൂട്ടായിരുന്നു. തരുവോ? തല പൊട്ടണല്ലോ. ഓ ഈ ബാപ്പുട്ടിക്കയുടെ മോള അത്ര കുഴപ്പക്കാരി. മറ്റേ പെണ്ണിനെ അങ്ങനെയൊന്നുമില്ല. എന്താലേ നമ്മൾ ചോദിക്കുന്നതിനാണ് കുഴപ്പം. എന്താ അത്? എന്താ ചെയ്യുക? നാട്ടുകാരെല്ലാവരും കേട്ടിട്ട് നെട്ടിരിക്കുക അല്ലേ? അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? അതെ, ഇനി എല്ലാരും അറിയുന്നതിന് മുമ്പ് നിക്കാഹ് നടത്തണം. എന്തേ? എന്താ ഓള് വരുന്നുണ്ട്. നിങ്ങളിപ്പം ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഓളെ പേടിച്ച് പിനിക്ക് പെരി കഴിയാൻ പറ്റുമെന്ന് ആർക്കറിയാം? ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഓള് രോഗിയല്ലേ. നിങ്ങളാ ഓക്ക് കൂട്ടു നിൽക്കണ്. അല്ല പിന്നെ ജുമൈല, ബാപ്പയ്ക്ക് ഇതിൽ ചൂടുവെള്ളം വെച്ചോളി. ആ പാപ്പ. അമ്മേ, അമ്മയ്ക്കിനി ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. എന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്. ഉമ്മയും വാപ്പയും നമ്മുടെ കല്യാണം തീരുമാനിച്ച് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പറയാണ്ട് വയ്യ. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണ ആളല്ലേ ഞാൻ. എനിക്കൊരാളുടെ കൂടെ പൊറുക്കാൻ പറ്റൂല. അനക്ക് പ്രണയം എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. ഒരാണിൻ്റെ ചൂടറിഞ്ഞാൽ ഒരു പെണ്ണും വേറെ എവിടേക്കും പോകില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് അതിന് കഴിയൂല. ഞാൻ പെണ്ണല്ല. സംശയമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആളോളടുത്ത് പോയി പറഞ്ഞോളി, പടച്ചോൻ എന്നെ പെണ്ണായിട്ടല്ല ജനിപ്പിച്ചെന്ന്. എന്റെ കുറ്റല്ല അത്. പിന്നെ പെണ്ണിന്റെ ഒരു പ്രശ്നവും നിക്കാഹ് കൊണ്ട് മാറണതല്ലാന്നും. പോയിക്കെന്റെ മുന്നിന്നോ. അങ്ങോട്ട് വെക്കി. ഇങ്ങോട്ടോക്കി. ആദ്യം ഈ വശം പടുത്തിട്ട് മറിച്ചോളി. ഒരു ഇബിലീസിന്റെ നോട്ടം ഇന്റെ പെരേക്ക് വേണ്ട. നോക്കി. അപ്പൊ കുഞ്ഞുമ്മേ കല്യാണം കഴിഞ്ഞിട്ടാണ് തങ്ങളുടെ തോളെ കൊണ്ടുപോണത്? അതാ നല്ലത് ഉസ്താദേ. എന്നിട്ടൊരു കുഞ്ഞാമിന്റെ നാട്ടിൽ പോയിക്കോട്ടെ. കല്യാണം കഴിയുമ്പോ തന്നെ അവള് സൂക്കടെല്ലാം മാറൂലേ. പിന്നിപ്പ എന്താ? എന്നാലും മാളുമാനെന്ന് അറിയിക്കാനും കൂടെ പറ്റിയില്ല. ഇതാപ്പാ വലിയ കാര്യം. അത് പിന്നെ ഒരു ദിവസം വിരുന്നായിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് പോയാ മതിയല്ലോ. ചുമേ, ഞാൻ നമ്മുടെ പ്രണയത്തെ തള്ളി പറഞ്ഞല്ല. അവനതൊരിക്കലും അംഗീകരിക്കില്ല. അവനൊന്ന് പൊക്കോട്ടെ. നീ വിഷമിക്കരുത്. ഇതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ. അവൻ അപ്പുറത്തുണ്ട്. ഞാൻ സമയം പോലെ നിന്നെ പിന്നെ വിളിച്ചോളാം. ചുമേ, നീ സങ്കടപ്പെടരുത് പ്ലീസ്. എന്തെങ്കിലും തിന്നാ? പഠിച്ചോൻ തരണതാ മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും.
അമ്മാവൻ വിളിച്ചിരുന്നു, നാളെ സിംഗപ്പൂർക്ക് മടങ്ങാന്ന്. ഇത്ര പെട്ടെന്നോ? ഇനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ. നീ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഈ നാട്ടുകാരുടെ മുന്നിൽ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരുന്നു. ഞാൻ എന്താ പറയുക, എന്താ ചെയ്യുക? എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ ഇന്ന് തന്നെ പോകാൻ റെഡിയാവുക. ഈ കെയർ ഹോം എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. അമ്മ വിവരമുള്ള സ്ത്രീയല്ലേ. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാം. മനസ്സിലായോ? വേറെ ആരുടെയും ശല്യം ഉണ്ടാവത്തില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ കെയർ ഹോം അത്. അടുത്ത ലീവിന് ഞാൻ വരുന്നത് വരെ മതി. അത് കഴിഞ്ഞ് ഈ വീട് വിറ്റിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറാം. ഓക്കെ? മറ്റുള്ളവരുടെ തോന്നലനുസരിച്ച് പറിച്ചു നടന്നാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം, പ്രത്യേകിച്ചൊരു അമ്മയുടെ. അമ്മയ്ക്ക് അറിയാലോ, ഞാനിവിടെ അമ്മയെ തനിച്ചാക്കിയിട്ട് പോയാൽ ആ ജുമേലയുടെ ആൾക്കാർ അമ്മയെ തല്ലിക്കൊല്ലും. എനിക്കത് കാണാൻ വയ്യ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. യാത്ര പറയാൻ വേണ്ടിയിട്ടാ. ഇനി ഒരിക്കലും കാണില്ലല്ലോ. അമ്മ യാത്രയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എല്ലാവരും കൂടി എന്റെ ശവം ഇവിടെ നിന്ന് എടുത്തു വെക്കും. അതും കൂടി അമ്മ ഇവിടെ ഉണ്ടാക്കി വെക്കും. പതിനെട്ട് വയസ്സ് വരെ അച്ഛൻ്റെ നിർദ്ദേശം, പിന്നീട് കെട്ടിയോൻ്റെ. 19ാമത്തെ വയസ്സ് നീ ഉണ്ടായി. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും വിധവ. പിന്നെ എല്ലാം നിന്റെ തീരുമാനങ്ങളായി. ഇതും നീ തീരുമാനിച്ചു ഇവിടുന്ന് പോവാൻ. എനിക്കിവിടുന്ന് പോകണ്ട രതി. ഇതെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നൂടെ? 2 വർഷം കൂടി അമ്മ ഒന്ന് ക്ഷമിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് സിംഗപ്പൂർക്ക് പോവാം. ഓക്കെ അല്ലേ അമ്മേ? വേഗം റെഡിയാവും. വീഴാമ്പല് മരിച്ചാൽ മാത്രമേ ഇണയെ പിരിയൂ. മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ, അറിയാതെ നമ്മൾ അകന്നെങ്കിലോ, ഒരുപാടു നേരം ചാരയില്ലേ, ഒരുപാടു കാര്യങ്ങൾ പറഞ്ഞതല്ലേ, പറയേണ്ട കാര്യം പറഞ്ഞതില്ല, പറയാതെ പോകരുതേ, പറയേണ്ട കാര്യം പറഞ്ഞതില്ല, പറയാതെ പോകരുതേ.
കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ തമ്മിൽ അടുത്തതല്ലേ, പറയാതെ എന്നെ അറിഞ്ഞതല്ലേ. അറിയാതെ തമ്മിൽ അടുത്തതല്ലേ, പറയാതെ എന്നെ അറിഞ്ഞതല്ലേ. പറയാതെ പറയുന്നതറിഞ്ഞതല്ലേ. ഇതിലേറെ എങ്ങനെ പറഞ്ഞിടും ഞാൻ, ഇതിലേറെ എങ്ങനെ അടുത്തിടും നാം. ഈ മൗനഗീതവും ലഹരിയല്ലേ. ഞാനൊന്നോലെ കണ്ടോട്ടെ പാപ്പ, എല്ലാരും കൂടെ ഓലെ. ഓല് പൊയ്ക്കോട്ടെ മുത്തേ, ഓലെ വിഷമിപ്പിക്കണ്ട. ഓല് പാവല്ലേ, ബാപ്പാന്റെ മുത്തിന് ഓലെ കാണരുത്. മിഴികൊണ്ടു മാത്രം പ്രണയം പറഞ്ഞാൽ, മിഴികൊണ്ടു മാത്രം പ്രണയം പറഞ്ഞാൽ. നിഴലായി ഞാൻ നിന്റെ അരികിലില്ലേ, നിറമാർന്ന സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ. നിഴലായി ഞാൻ നിന്റെ അരികിലില്ലേ, നിറമാർന്ന സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കണത്. നടി മണം അതെന്റെ മനസ്സിന് ഒരിക്കലും മായൂല. എന്തായിരുന്നു കല്യാണം നടന്നു കിട്ടുമല്ലോ. പഠിച്ചോനെ, ഇനിയെങ്കിലും എന്റെ കുട്ടിന്റെ ബുദ്ധി നല്ലതാക്കി കൊടുക്കണേ. കൊടുക്കുന്ന മാടിന്റെ മാതിരി എന്റെ കുട്ടി ഇപ്പോ
കുറച്ച് ദിവസമായല്ലോ നീ വീട്ടിൽ വന്നിട്ട്. നീ എന്താ ഇവിടെ വരാൻ പറഞ്ഞേ? ചില നേരത്തെ എനിക്ക് അവിടെ വന്നാൽ ദേഷ്യം വരും. രതീൻ്റെ ഓരോരോ തമാശകള്. അവന് കുറച്ച് കുറുമ്പ് കൂടുതലാന്നല്ലേ ഉള്ളൂ, സാരമില്ല. ഇഷ്ടമില്ലാണ്ട് 3 ദിവസം ഒരാളുടെ കൂടെ കഴിഞ്ഞോളാം ഞാൻ. എൻ്റെ കെട്ടിയോൻ്റെ അറിയാലോ. പക്ഷെ ഞാൻ അനുഭവിച്ച മരവിപ്പ്, ശ്വാസം മുട്ടല് ആർക്കും മനസ്സിലാവില്ല. എന്നെ പോലുള്ളവരെ സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല. അതുകൊണ്ട് രതീൻ്റെ തമാശകൾ എനിക്ക് പറ്റണില്ല. നിങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ സഹിക്കണത്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മറക്കാം. നമുക്ക് നമ്മുടെ ലോകത്ത് സന്തോഷമായിട്ടിരിക്കാം. നമ്മളുള്ളിടത്തോളം കാലം എന്നും ഒന്ന് കാണാൻ പറ്റിയാൽ മതി. അതിന് പറ്റാതെ വരുമ്പോൾ അതപ്പം നോക്കാം. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മറക്കാം. നമുക്ക് നമ്മുടെ ലോകത്ത് സന്തോഷമായിട്ടിരിക്കാം. ജുമൈ, പോയിന്റെ അടുത്ത് കൂടെ പോകുമ്പോഴേ മന്റെ കുട്ടി നോക്കി പോണേ, വെള്ളത്തിക്കൊന്നും ഇറങ്ങരുതിട്ടാ.
സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ നിഴലായി ഞാൻ നിന്റെ അരികിലില്ലേ നിറമാർന്ന സ്വപ്നങ്ങൾ വിരിഞ്ഞതല്ലേ ഒരു നോക്ക് കൊണ്ടെന്നെ അളന്നതല്ലേ ഒരു വാക്കിനകലത്തിലിരിക്കയല്ലേ അതു കേൾക്കുവാൻ വേണ്ടി കൊതിക്കയല്ലേ അതുമാത്രം നാം തമ്മിൽ പറയുകില്ലേ മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ നമ്മൾ അകന്നെങ്കിലോ അറിയാതെ നമ്മൾ അകന്നെങ്കിലോ ഒരുപാടു നേരം ചാരയില്ലേ ഒരുപാടു കാര്യങ്ങൾ പറഞ്ഞതല്ലേ പറയേണ്ട കാര്യം പറഞ്ഞതില്ല പറയാതെ പോകരുതേ പറയേണ്ട കാര്യം പറഞ്ഞതില്ല പറയാതെ